ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നേക്കൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സും കൂടി നടത്തിയ ഒരു വൺ ഡേ ട്രിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. ഇത്രയും നാൾ ഞാൻ തമിഴ്നാട്ടിലാണ് വീഡിയോ ചെയ്തിരുന്നത്. കേരളത്തിൽ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ മലയാളം വീഡിയോകൾ ചെയ്യണേ. ചാലക്കുടിയിൽ നിന്നും ഭൂതത്താൻകെട്ട് പാണിയേലിപ്പോര് എന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയത് കേട്ടോ. കുട്ടികളും വലിയവരൊക്കെ ആയിട്ട് 32 പേര് ഞങ്ങളുടെ ട്രിപ്പിലുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഈ ട്രിപ്പിൻ്റെ രസക്കാഴ്ചകളൊക്കെ കാണാം. പ്രാർത്ഥന ഗാനത്തോട് കൂടിയിട്ടാണ് കുടിയിൽ നിന്ന് ഞങ്ങൾ യാത്ര ആരംഭിച്ചത് കേട്ടോ. നല്ലൊരു ടീം സ്പിരിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ യാത്രയിൽ. ഡാൻസുകാരും പാട്ടുകാരൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു ഈ ട്രിപ്പ് കേട്ടോ. ഞങ്ങൾ ഭൂതത്താൻകെട്ടിലെത്തിയപ്പോൾ സമയം 11 മണിയായിരുന്നു കേട്ടോ. വെയിലിന് മുന്നേ ഇവിടെ വരണതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഭയങ്കര വെയിൽ കാരണം കൊണ്ട് നമുക്കിവിടെ നിൽക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. ഡാമിൻ്റെ 2 ഷട്ടർ മാത്രമേ തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഒരു കാര്യം, ഭൂതത്താൻകെട്ടിൻ്റെ അണക്കെട്ടിലൂടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് സമയമില്ലാത്ത കാരണം ഞങ്ങളത് സ്കിപ്പ് ചെയ്തു. 250 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത് ബോട്ടിങ്ങിന്. ഡാമിൻ്റെ അടുത്ത് ചേർന്ന് ഒരു പാർക്ക് ഉണ്ടായിരുന്നു. വലിയ തിരക്കൊന്നും ഇല്ലാത്ത ഒരു പാർക്കാണ് കേട്ടോ അത്. കാം ആൻഡ് ക്വയറ്റായിരുന്നു. പിന്നെ പിള്ളേർക്കൊക്കെ കളിക്കാൻ ഇഷ്ടംപോലെ സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. നമുക്ക് വലിയവർക്കും നടന്നും ഇരിക്കാനും ഒക്കെ എൻജോയ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. നല്ലൊക്കെ ഉള്ള സ്ഥലമായിരുന്നു അവിടെ. അതുകൊണ്ട് അവിടെ ഇനിയും ഇത്തിരി നേരമൊക്കെ അവിടെയൊക്കെ ചിലവഴിക്കുന്നു തോന്നി നമുക്ക്. ഞങ്ങൾ ഉച്ചഭക്ഷണത്തിന് ശേഷം പഴയ ഭൂതത്താൻകെട്ട് കാണാനായിട്ടാണ് പോയേ. കാടിൻ്റെ ഉള്ളിലൂടെ 20 മിനിറ്റ് നടന്നാൽ പഴയ ഡാമിലെത്താം. ഇത് ഭൂതം കെട്ടിയ ഡാമാണെന്നാണ് പറയണത്. തൊട്ടടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ വെള്ളം മുക്കി നശിപ്പിക്കൽ ഭൂതം പാറകൾ കൊണ്ട് പുഴയിൽ ഒരു അണക്കെട്ടുണ്ടാക്കി. ഇതറിഞ്ഞ ദേവി പൂവൻകോഴിയുടെ രൂപത്തിൽ വന്ന് ഉറക്കെ കൂവി. കോഴിയുടെ കൂവൽ കേട്ടപ്പോൾ നേരം പുലർന്നെന്ന് വിചാരിച്ച് ഭൂതം പാതി വഴിയിൽ പണി നിർത്തി പോയെന്നാണ് ഈ അണക്കെട്ടിൻ്റെ പിന്നിലുള്ള കഥ എന്നാണ് അവിടെയൊക്കെ പറയണേ കേൾക്കണേ. പിന്നെ ഞങ്ങളിങ്ങനെ നടന്ന് ഞങ്ങളുടെ യാത്ര തുടർന്ന് 20 മിനിറ്റ് ആയപ്പോഴേക്കും ഞങ്ങൾ ഭൂതം കെട്ടിയ പാറയുടെ അടുത്തെത്തി. ഈ കാണുന്നതാണ് ഭൂതം കെട്ടിയ പാറ. അണക്കെട്ടിൻ്റെ രൂപത്തിൽ തന്നെയാണ് ഇവിടെ പാറ അടക്കി വെച്ചിരിക്കുന്നത്. 2 സൈഡിൽ പാറക്കെട്ടും നടുവിലൂടെ പുഴയാണ് കേട്ടോ കാണുന്നത്. പിള്ളേരൊക്കെ അത് എൻജോയ് ചെയ്തു കേട്ടോ നല്ലോണം. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി ഈ സ്ഥലം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടാ, നമുക്കിവിടെ എൻട്രി പാസിന് വേണ്ടിയിട്ട് നമുക്ക് 50 രൂപയാണ്, മുതിർന്നവർക്കും കുട്ടികൾക്ക് 10 രൂപയാണ് കേട്ടോ. ടിക്കറ്റ് പേ ചെയ്യുന്നത് ക്യാഷ്ലെസ് പേയ്മെൻ്റ് ആയിട്ടാണ്. ജീപ്പ് ഉണ്ടെങ്കിലും ATM-ഉം കാർഡും നമ്മുടെ കയ്യിൽ കരുതിയാൽ നല്ലതാണ്. നെറ്റ് ഇഷ്യൂ ഉള്ള കാരണം കൊണ്ട് ജീപ്പ് ചില സമയത്ത് വർക്കാവില്ല. പിന്നെ ഞങ്ങൾ പോയത് പാണിയേലിപ്പോരിലേക്കാണ് കേട്ടോ. ഇവിടെ ഇതുപോലെ തന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് ക്യാഷ്ലെസ് പേയ്മെൻ്റ് ആണ് കേട്ടോ. അടിപൊളി വൈബായിരുന്നു കേട്ടോ ഇവിടെ പാണിയേലിപ്പോരിൽ. കുറച്ച് സമയം ഞങ്ങൾക്ക് അവിടെയൊക്കെ കിട്ടിയുള്ളൂ. പക്ഷേ എല്ലാവരും അത് നല്ലോണം തന്നെ എൻജോയ് ചെയ്തു. ഞങ്ങളുടെ ഒരു കൂട്ടായ്മ സൂപ്പറായിരുന്നു ഇവിടെയൊക്കെ. എല്ലാവർക്കും ഒരു സന്തോഷം. ഒരു ദിവസം എത്ര അധികം സന്തോഷിക്കാൻ പറ്റില്ല അത്ര സമയം ഞങ്ങൾ അടിച്ചു പൊളിച്ചു ഈ യാത്രയിൽ കേട്ടോ. പിന്നെ നമുക്കിവിടെ ഡ്രസ്സൊക്കെ മാറാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് കുളിച്ചാലും നമുക്ക് സേഫ്റ്റി ആയിരിക്കും ഈ സ്ഥലമൊക്കെ.
ഇനി ഞങ്ങൾ വണ്ടിയുടെ ഉള്ളിൽ നല്ലോണം എൻജോയ് ഒക്കെ ചെയ്ത് തിരിച്ചു പോന്നു. പിള്ളേർക്കൊക്കെ നല്ല സന്തോഷമായിട്ടാണ് ഈ യാത്ര. ഇനിയും ഇതുപോലത്തെ ഫുഡ് ആൻഡ് ട്രാവൽ വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും സന്ധിക്കണം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.